ഗുഡ് മോർണിംഗ്. നമ്മൾ 5th സെമസ്റ്റർ ഇൻകം ടാക്സ് എന്നുള്ള സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻകം ഫ്രം സാലറിയുടെ സാലറി എന്താ എന്നുള്ള കാര്യങ്ങളും അതുപോലെ ജസ്റ്റ് ഒരു ഐഡിയ, സ്ട്രക്ചറിൻ്റെ ഒരു ഐഡിയ മാത്രം നമ്മൾ തന്നിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറി എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഹെഡാണ്. ടോട്ടൽ ഇൻകം കാണുമ്പോഴുള്ള ഫസ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം സാലറി എന്നുള്ളത്. അത് കഴിഞ്ഞ് 4 ഹെഡുകൾ കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം അതിന് ഡിഡക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലുള്ളൊരു ഹെഡാണ്, ആ ഹെഡിൻ്റെ ടോട്ടൽ കിട്ടും. അങ്ങനെ ഓരോ ഹെഡുകളുടെ ടോട്ടൽ കിട്ടിയിട്ട് മൊത്തം ആഡ് ചെയ്യലാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം സാലറിയാണ് കാണുന്നത്. ഇൻകം ഫ്രം സാലറി എന്നുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ, ഇപ്പോൾ ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ ഫസ്റ്റ് ബേസിക് സാലറി കൊടുക്കും. അതിൻ്റെ കൂടെ കമ്മീഷൻ, ഫീ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സാലറീൻ്റെ ഗണത്തിൽപ്പെടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആഡ് അലവൻസസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അലവൻസുകളൊക്കെ ആഡ് ചെയ്യുന്നു. ദെൻ പിന്നീട് പെർക്വിസൈറ്റ്സുകളൊക്കെ ആഡ് ചെയ്യുന്നു. പിന്നെ PF, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടാണ് കാര്യമായിട്ട് എടുക്കൽ. അങ്ങനെ PFകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ വല്ല ട്രാൻസ്ഫർ ഓഫ് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് 2 ഐറ്റം മൈനസ് ചെയ്യാം. ഒന്ന് പ്രൊഫഷണൽ ടാക്സും ഒന്ന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇഫ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറക്കാൻ പറ്റുക. അത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇന്ന് നമ്മൾ ജസ്റ്റ് അലവൻസുകൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് തരും. മന്തിൽ തരികയാണെങ്കിൽ നമ്മൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ബേസിക് സാലറി 15,000 പെർ മന്ത് എന്ന് തരികയാണെങ്കിൽ അത് ഇയറിലോട്ട് 15 × 12 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കണം. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ആ അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ അലവൻസുകൾ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. പ്രോബ്ലമൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഈ അലവൻസുകൾ പ്രധാനമായിട്ട് 3-4 തരത്തിലാണുള്ളത്. അപ്പം പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ആദ്യം ഈ അലവൻസുകൾ ഞാൻ പറഞ്ഞു തിയറി ബേസ്ഡ് പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം പറയുന്ന അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, ദാറ്റ് മീൻസ് ഈ അലവൻസ് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളും എന്ത് ചെയ്യണം, ഔട്ടർ കോളത്തിൽ എഴുതണം. മനസ്സിലാവുന്നുണ്ട്? ആ എമൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ടർ കോളത്തിൽ എഴുതണം. അപ്പോൾ പിന്നെ അടുത്തൊരു ഹെഡാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഈ അലവൻസ് തന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞു അത് നമുക്ക് തരലില്ല. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് തരലില്ല. കാരണം അത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജസിനും UN വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് അലവൻസാണ്. അത് നമുക്ക് തരൂല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഒരു 4 ഐറ്റമേ ഉള്ളൂ. ദെൻ പിന്നെയുള്ള 2 എണ്ണമാണ്. അതിലാണ് നമുക്ക് ഏകദേശം ഫുള്ളി ടാക്സിബിളാണ്, നമുക്കൊരു പ്രശ്നമില്ല, മുഴുവൻ എഴുതാം. ഫുള്ളി എക്സംപ്റ്റ് ആണെങ്കിൽ നമ്മൾ മുഴുവൻ ഒഴിവാക്കാം, ഒന്നും എഴുതണ്ട. ദെൻ അതിൻ്റെ ഇടയിലുള്ള 2 അലവൻസുകളും, ഒന്ന് പാർഷ്യലി ടാക്സബിൾ അല്ലെങ്കിൽ പാർഷ്യലി എക്സംപ്റ്റ് എന്നും പറയാം. ഭാഗികമായിട്ട് ടാക്സബിൾ അല്ലെങ്കിൽ എന്താണ് ഭാഗികമായിട്ട് എക്സംപ്റ്റ്, അത് കണ്ടീഷൻ അനുസരിച്ചാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കണ്ടീഷൻ അനുസരിച്ച്, ചിലപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് ഫുള്ളി എക്സംപ്റ്റ് തന്നെ അതിൽ വരാം, അല്ലെങ്കിൽ എന്താണ് ഫുള്ളി ടാക്സബിൾ തന്നെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യലി ചിലപ്പോൾ ടാക്സബിൾ ആവാം, പാർഷ്യലി എക്സംപ്റ്റഡ് ആവാം, ചിലപ്പം അതിൽ മുഴുവൻ ടാക്സബിളും മുഴുവൻ എക്സംപ്റ്റൊക്കെ ആവാം. ആ കേസ് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഒന്നുള്ളത് സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ളതാണ്. അലവൻസ് അപ് ദ സ്പെൻഡ് ഓഫ് പർപ്പസ്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിഫോം അലവൻസ്. അത് നമുക്ക് കമ്പനി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു 1000 രൂപ നമുക്ക് അലവൻസ് തന്നു, മന്ത്ലി 1000 രൂപ, അതായത് ഇയർലി. അപ്പോൾ എത്രയാണ്, 12,000 രൂപ തന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് 1000 രൂപ എങ്ങനെയാവാം, 1000 രൂപ തന്നു. നമ്മളതിൽ നിന്ന് 800 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എത്ര രൂപ ബാക്കിയുണ്ട്, 200 രൂപ. ആ 200 റുപ്പീസ് നമ്മൾ ടാക്സ് ചെയ്യണം.
നേരെ മറിച്ച് 1000 rupees നമുക്ക് തന്നു, നമ്മൾ 1500 സ്പെൻഡ് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളൊന്നും എന്ത് ചെയ്യണ്ട, ടാക്സ് ചെയ്യണ്ട. അതാണ് അലവൻസ് സ്പെൻഡ് പർപ്പസ്. അപ്പോൾ സ്പെൻഡ് ചെയ്ത എത്രയാണോ അതിനനുസരിച്ച്, നമുക്ക് തന്നതിനേക്കാൾ സ്പെൻഡ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മളൊന്നും ടാക്സ് ചെയ്യണ്ട. നമുക്ക് തന്നതിന് കുറവാണ് സ്പെൻഡ് ചെയ്തിരിക്കണമെങ്കിൽ ആ ബാക്കി ഭാഗം നമ്മൾ ടാക്സ് ചെയ്യണം. കറക്റ്റ് ആണെങ്കിലും ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ദെൻ നമുക്ക് ഇനി കാര്യങ്ങൾ പറയാം. ഫുള്ളി ടാക്സബിൾ അലവൻസ് ഏതൊക്കെയാണെന്ന് പറയണം. അപ്പോൾ അത് കുറച്ച് ലിസ്റ്റുകളാണ്, ഒരു 10-15 ലിസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ എന്നുള്ള രീതിയിൽ അലവൻസിൻ്റെ കേസ് വരുമ്പോൾ അത് പഠിക്കണം. ഇത് ഏകദേശം നമുക്ക് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇനി ഡൗട്ട് വരുന്ന എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ പാർഷ്യലി ടാക്സബിൾ കുറച്ചായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പെൻഡ് പർപ്പസിനും കുറച്ചായിട്ടാണുള്ളത്. പിന്നെ ഫുള്ളി എക്സംപ്റ്റ് നമ്മളോട് ചോദിക്കില്ല എന്ന് പറഞ്ഞും ചെയ്തു. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അലവൻസുകളുടെ ഐറ്റംസൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം, ഈ ഫുള്ളി ടാക്സബിളൊക്കെ പെടുത്തിയിട്ട് കുറച്ച് ഐഡിയപരമായി നീങ്ങുകയും ചെയ്യാം. എങ്കിലും കുറേയൊക്കെ ഐറ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫുള്ളി ടാക്സബിളാണ്. അപ്പോൾ ആദ്യം നിങ്ങളെ മൈൻഡിലേക്ക് ഒരു ഐഡിയ വരിക, നമ്മൾ സാലറി എന്ന് എഴുതി. ദെൻ ആ സാലറി കോളത്തിൽ കൊടുത്തു അല്ലേ. മന്തിലാണെങ്കിൽ ഇയർലി കൊടുത്തു, ഇയർലി ആണെങ്കിൽ ആ ഇയർലിയുള്ള എമൗണ്ട് തന്നെ നമ്മൾ കൊടുത്തു. ദെൻ ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഫുള്ളി ടാക്സബിൾ അലവൻസുകളൊക്കെ എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫുള്ളി ടാക്സബിൾ അലവൻസാണ് ഡിയർനെസ് അലവൻസ്. ഒരു കമ്പനി, മിക്കവാറും നല്ല കമ്പനീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു അലവൻസാണ് ഡിയർനെസ് അലവൻസ്. കാരണം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിൻ്റെ ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി കൊടുക്കുന്നു, കോസ്റ്റ് ഓഫ് ലിവിങ്. അതിനുവേണ്ടി കമ്പനി കൊടുക്കുന്ന അലവൻസാണ് ഡിയർനെസ് അലവൻസ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ്. അതൊക്കെ നമുക്ക് ഡിയർനെസ് അലവൻസ് വരാം. അപ്പോൾ ഹൈ കോസ്റ്റ് ഒന്നും വരാറില്ല. പിന്നെ കാര്യമായിട്ട് വരുന്നതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇതുപോലെ തന്നെയുള്ള ഒരു അലവൻസ്. അതായത് നമ്മൾ നല്ല സിറ്റികളിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലേജിൽ താമസിക്കുന്നതിനേക്കാൾ എക്സ്പെൻസൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി തരുന്നതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് തരാറുണ്ട്. മറ്റൊന്നാണ് പ്രൊജക്റ്റ് അലവൻസ്. എന്തെങ്കിലും പ്രൊജക്റ്റ് കാര്യങ്ങൾക്കും മറ്റും ആവശ്യമായിട്ടുള്ള അലവൻസുകൾ നമുക്ക് തരാറുണ്ട്. നെക്സ്റ്റ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് ആണ്. ഈ ഫിക്സഡ് മെഡിക്കൽ അലവൻസിലും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും ക്യാഷ് കമ്പനി നേരിട്ട് അവിടേക്ക് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ചിലവൊക്കെ ആകുമ്പോൾ അത് പെർക്വിസൈറ്റ്സിൽ വരും. ഇതേ അലവൻസ് തന്നെ പെർക്വിസൈറ്റ്സിലും വരും. അപ്പോൾ ഇത് അലവൻസുമാണ്. അത് എന്താണ്, പെർക്വിസൈറ്റ്സ് ആണ്, മാറിപ്പോയത്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് കമ്പനി തരാറുണ്ട്. പിന്നെ ടിഫിൻ അലവൻസ് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ചെറിയ ടിഫിൻ അലവൻസ് തരാറുണ്ട്. ദെൻ നോൺ പ്രാക്ടീസിങ് അലവൻസ്. അത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, സ്വയം പ്രൈവറ്റായി വർക്ക് ചെയ്യണ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഈ സ്വയം പ്രൈവറ്റായി വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ ചില ഡോക്ടേഴ്സ് എന്തെയും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. അതിനു വേണ്ടി കമ്പനി കൊടുക്കുന്ന അലവൻസാണ് നോൺ പ്രാക്ടീസിങ് അലവൻസ്. മറ്റൊന്നാണ് സെർവൻ്റ് അലവൻസ്. അറിയാമല്ലോ, സെർവൻ്റ് അലവൻസ് ആണ്. അതും മറക്കരുത്. സെർവൻ്റ് തന്നെ പെർക്വിസൈറ്റ്സും വരാറുണ്ട്. ദെൻ വാർഡൻഷിപ്പ് അലവൻസ് ഉണ്ട്. ഓക്കെ. ദെൻ ഓവർ ടൈം അലവൻസ് ഉണ്ട്. ദെൻ പ്രോക്ടർ അലവൻസ് തന്നെ നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യസ്ഥൻ എന്നൊക്കെ പറയും, ഒരു സൂപ്പർവൈസർ പോലെ കാര്യസ്ഥൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ കമ്പനീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസാണ് പ്രോക്ടർ അലവൻസ്. അല്ലെങ്കിൽ നമ്മളൊരു വർക്കർ തന്നെ, ആ വർക്കർ തന്നെ കമ്പനീൻ്റെ കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ടെങ്കിൽ ആ വർക്കറിനും എന്ത് കിട്ടുന്നുണ്ടാവും, പ്രോക്ടർ അലവൻസ് കിട്ടും. മറ്റൊന്നാണ് ഓവർ ടൈം അലവൻസ് പറഞ്ഞു. മാരേജ് അലവൻസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ മാസമൊന്നും കൊടുക്കില്ല കേട്ടോ മാരേജ് അലവൻസ്. മാരേജൊക്കെ ഒരു വട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ മാരേജ് അലവൻസ് കൊടുക്കാറുണ്ട്. ഫാമിലി അലവൻസ് കൊടുക്കാറുണ്ട്. ദെൻ ലഞ്ച് ഡിന്നർ, നമ്മൾ ടിഫിൻ അലവൻസ് പറഞ്ഞ പോലെ ലഞ്ച് ഡിന്നർ റിഫ്രഷ്മെൻറ്റ് അലവൻസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഹോളിഡേ ട്രിപ്പ് അലവൻസ് കൊടുക്കാറുണ്ട്. സ്പെഷ്യൽ അലവൻസ് ഏതെങ്കിലും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അലവൻസ്. അപ്പോൾ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അലവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. വാട്ടർ ഇലക്ട്രിസിറ്റി പറയാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കും വേണം. അത് ചിലപ്പോൾ പെർക്വിസൈറ്റ്സ് ആയിട്ടും കൊടുക്കാറുണ്ട്.
അപ്പോൾ അലവൻസും പെർക്വിസൈറ്റ്സും അവിടെ മാറിപ്പോരുത്. വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അലവൻസ് എന്ന് എടുത്ത് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട അലവൻസാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, പ്രൈവറ്റ് എംപ്ലോയീസിനാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി പറയും, എങ്കിലും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ പ്രൈവറ്റ് എംപ്ലോയി ആയിക്കോട്ടെ ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ നമ്മൾ സാധാരണ ടാക്സബിൾ അലവൻസിലാണ് കാണിക്കും. സാധാരണ ടാക്സബിൾ അലവൻസ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ 2 ഐറ്റം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കണ്ടീഷൻ ബേസിൽ നമുക്ക് അവിടെ കുറക്കാം. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് താഴത്തുനിന്ന് കംപ്ലീറ്റ് അല്ല കണ്ടീഷൻ അനുസരിച്ച് കുറക്കാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മുഴുവൻ എമൗണ്ട് ഒന്നും ചിലപ്പോൾ കുറയ്ക്കില്ല, ചിലപ്പോൾ കുറക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ നമ്മളിവിടെ പിക്ചറിൽ കാണിക്കും. ആ എക്സാമ്പിളിൽ പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളൊക്കെ നമ്മളിവിടെ കാണിക്കണേ എനിക്ക് ഈ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാനും കൂടി വേണ്ടിയാണ്. ഫുള്ളി ടാക്സബിൾ അലവൻസ് മനസ്സിലായല്ലോ. ഡിയർനെസ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, പ്രൊജക്റ്റ് അലവൻസ്, അതുപോലെ തന്നെ ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, വാർഡൻഷിപ്പ് അലവൻസ്, പ്രോക്ടർ അലവൻസ്, മാരേജ് അലവൻസ്, ഹോളിഡേ ട്രിപ്പ് അലവൻസ്, അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റ് അലവൻസ് പറഞ്ഞു, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ്, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ദീസ് ആർ ദ ഫുള്ളി ടാക്സബിൾ അലവൻസസ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോളത്തിൽ കൊടുക്കണം. മുഴുവൻ ഒന്നും നോക്കണ്ട. മന്താണെങ്കിൽ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫുള്ളി എക്സംപ്റ്റ് അലവൻസ് ഒന്ന് പറയാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമുക്ക് കാര്യമായിട്ട് വരലില്ല എന്ന് പറഞ്ഞു. ഒന്ന് ഫോറിൻ അലവൻസ് ആണ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇൻ കേസ് ഫോറിൻ പോയി നിൽക്കുകയാണ്, എന്തെങ്കിലും ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി ഫോറിനിൽ പോയി നിൽക്കുകയാണെങ്കിൽ അതിനുള്ള അലവൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളെ മന്ത്രിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള അലവൻസ്. അപ്പോൾ അത് കാര്യമായിട്ട് വരലില്ല. മറ്റൊന്നാണ് സംച്വറി അലവൻസ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജ്. സംച്വറി അലവൻസ് എന്നാൽ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജിന് അവരുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൗസ് റെൻ്റ് അലവൻസ് ഫോർ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജ്. പേഴ്സണൽ എക്സ്പെൻസും അതേപോലെ ഹൗസ് റെൻ്റ് അലവൻസും കൊടുക്കും. ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെൻറ് സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജസിനൊക്കെ കൊടുക്കുന്നത് എന്തിനാണ്, അവരെ മറ്റുള്ളൊരു ഇതിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ആരെങ്കിലും ക്യാഷൊക്കെ കൊടുത്ത് അവരെ അവരെ തിരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പോരാത്തിന് അലവൻസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അല്ലേ. നല്ല സാലറിയാണ്, നിങ്ങൾക്കറിയാം, 2 lakhൻ്റെ ഒക്കെ മുകളിലായിട്ട്. നെക്സ്റ്റ് പാർട്ടിലി എക്സംപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിലി ടാക്സബിൾ ഒക്കെ ഉണ്ട്. അതേപോലെ അലവൻസ് അപ് ടു ദ സ്പെൻഡ് പർപ്പസ് അല്ലേ, എക്സംപ്റ്റ് ഇഫ് സ്പെൻഡ് ഫോർ ദ പർപ്പസ്. അപ്പം പാർട്ടിലി അലവൻസ് ആണ് പറയേണ്ടത്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെൻഡ് പർപ്പസിനുള്ള പറയാണ്. എങ്കിൽ പിന്നെ പാർട്ടിലി മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനുണ്ടാവുള്ളൂ. പാർട്ടിലിയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്പെൻഡ് പർപ്പസിലുള്ളതാണ് ഒന്ന് ട്രാവലിംഗ് അലവൻസ് ഫോർ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ. അതായത് ഈ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ കിട്ടുന്നതാണ്. അവർക്ക് ഈ ടൂറിൻ്റെ ടൈമിൽ എന്ത് ചെയ്യുക, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഡ്രൈവർക്കോ അവർക്കൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസ്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്തതിനനുസരിച്ചാണ്. സ്പെൻഡ് ചെയ്തതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തിരിക്കണമെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. കാരണം ഒന്നും കോളത്തിൽ എഴുതണ്ട. ഈ കോളത്തിൽ എഴുതണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്, അവർ അത്രയും ഭാഗം കുറച്ചാണ് അവരുടെ ടോട്ടൽ ഇൻകത്തേക്ക് വരുന്നത്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഫുള്ളി നമ്മൾ ടാക്സബിൾ ചെയ്ത് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം, ഫുള്ളി ടാക്സബിൾ 1000 10,000 ഇങ്ങനെ എഴുതി പോന്നു. അപ്പോൾ നമുക്ക് ഫുള്ളി നമ്മൾ ഈ ടാക്സബിളൊക്കെ ഉള്ള കൂട്ടി വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര സാലറി കിട്ടി, ഒരു 4 lakh സാലറി നമുക്ക് എന്ത് ചെയ്തു ഒരു വർഷത്തിൽ കിട്ടി. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ഇൻകംസൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതെന്താണ്, നമ്മളെ സാലറിയിലേക്ക് വരികയാണ്. അപ്പോൾ അത്രയും ഭാഗത്തിന് നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും ഭാഗം ചുരുങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ടാക്സ് അടക്കാതിരിക്കുകയാണ്. അതാണ് ഈ ആനുകൂല്യങ്ങൾ അല്ലേ. ദെൻ ട്രാൻസ്ഫർ അലവൻസ് ഉണ്ട്.
അതുപോലെ തന്നെ കൺവെയൻസ് അലവൻസ്, യാത്രാ സൗകര്യത്തിന് മറ്റു വേണ്ടിയുള്ള അലവൻസുകൾ, അക്കാഡമിക് റിസർച്ച് അലവൻസ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന് വല്ല അലവൻസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചറാണ്, ആ ടീച്ചർ എന്ത് ചെയ്യാണ്, വല്ല PhD കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടി ചിലപ്പോൾ കമ്പനിയൊക്കെ അവരുടെ കോളേജൊക്കെ വല്ല അലവൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ. ദെൻ വാഷിംഗ് അലവൻസ്, അതുപോലെ തന്നെ ഹെൽപ്പർ അലവൻസ്. മറ്റൊന്നാണ് ഡെയിലി അലവൻസ് ഫോർ ടൂർ ജേർണി ഓർ ട്രാൻസ്ഫർ ഓഫ് ആബ്സെൻസ് ഫ്രം നോർമൽ ഡ്യൂട്ടി. അതുപോലെ തന്നെ യൂണിഫോം അലവൻസ്, ആ ടൂറിൻ്റെ കാര്യങ്ങൾക്കൊന്നും വരലില്ല, കാരണം നമുക്കൊരു നോർമൽ എംപ്ലോയിൻ്റെയാണ് തരൽ. അപ്പം മറ്റൊന്നാണ് യൂണിഫോം അലവൻസ്, അത് മിക്കവാറും വരലുണ്ട്. മിക്കവാറും എല്ലാ ജോലിക്കും എന്ത് വേണം, യൂണിഫോം ഉണ്ടല്ലോ. അപ്പോൾ ആ യൂണിഫോം അലവൻസ് നമ്മൾ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്തത് എത്രയാണോ അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പറയും, എങ്കിലും ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളി ടാക്സബിൾ പറഞ്ഞു, ഫുള്ളി എക്സംപ്റ്റ് പറഞ്ഞു, സ്പെൻഡ് പർപ്പസ് പറഞ്ഞു. ഇനി പാർട്ടിലി എക്സംപ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള അലവൻസുകളാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് തന്നെ പറയാനുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് 2 ഐറ്റം മാത്രം എന്ന് പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വണ്ണാണ് എഡ്യൂക്കേഷൻ അലവൻസ്, അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം ഹോസ്റ്റൽ അലവൻസ്. എഡ്യൂക്കേഷൻ അലവൻസ് ഫോർ 2 ചിൽഡ്രൻ, 2 കുട്ടികൾക്കാണ് എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നത്. ഫോർ 2 ചിൽഡ്രൻ പെർ ചൈൽഡ് 100 rupees പെർ മന്ത്. ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചൊരു മാസം, അപ്പോൾ 2 കുട്ടിക്ക് 200 രൂപ. അപ്പോൾ ഒരു വർഷത്തിൽ 2400 രൂപ വരെ മാക്സിമം എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. സോ 2 ചിൽഡ്രൻ പെർ മന്ത് പെർ ചൈൽഡ് 100 rupees. ഫോർ 2 ചിൽഡ്രൻ ₹200 ആയി അപ്പോൾ അല്ലേ പെർ മന്ത്. ഇയർലി ആകുമ്പോൾ 2400. അതുപോലെ തന്നെ ഹോസ്റ്റലും കൂടി പറഞ്ഞിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഹോസ്റ്റലിൽ ഇതുപോലെ തന്നെ പെർ 2 ചിൽഡ്രൻ ഫോർ 1 ചൈൽഡ് ₹300 പെർ മന്ത്, ഫോർ 2 ചൈൽഡ് ₹600 പെർ മന്ത്. സോ 3600 പെർ ആനുവം, 1600 വരെ മാക്സിമം കിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാൾക്ക് 2 കുട്ടികളുണ്ടെന്ന് കരുതുക. ഈ 2 കുട്ടികൾക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 400 രൂപ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 400 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അവർക്ക് എടുക്കാൻ പറ്റിയ 100 രൂപ, മറ്റൊരു കുട്ടിക്ക് എടുക്കാൻ പറ്റിയ 100 രൂപ. സോ 200 രൂപ എടുത്തു. അവിടുന്ന് തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം. ബാക്കി എത്ര എടുക്കാണ്ട്, 200 രൂപ എടുക്കാണ്ട്. ആ 200-ന് എന്ത് ചെയ്താൽ മതി, ടാക്സ് ചെയ്താൽ മതി. പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി 500 രൂപയാണെങ്കിലോ, അപ്പോൾ 200 രൂപ എടുത്തിട്ട് ബാക്കി 300 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി, ഇയർലി ടാക്സ് ചെയ്താൽ മതി. 300 × 12. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 500 മൈനസ് 200, അപ്പോൾ 300 കിട്ടി. ബാക്കി 12 വെച്ച് ചെയ്താൽ മതി. ഇനി കമ്പനി 500 രൂപ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിയേ ഉള്ളൂ എങ്കിലോ 100 രൂപയെ കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 500 മൈനസ് 100, ബാക്കി 400 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 400 × 12. ഇനി ഒരാൾക്ക് 3 കുട്ടികളുണ്ടെങ്കിലോ മാക്സിമം 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. 500 കൊടുത്താൽ നമുക്ക് എത്ര വരുള്ളൂ, 200 വരുള്ളൂ. അപ്പോൾ 200-ൻ്റെ മേലേക്കണ്ട് പോവില്ല. ഒരു കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ആ കുറഞ്ഞ കുട്ടികൾക്കുള്ള മാത്രമേ കിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഹോസ്റ്റലാണെങ്കിൽ ആ കേസിൽ 300 ആണ് എന്നുള്ളൂ അല്ലേ. അപ്പോൾ ഉദാഹരണം പറയാം, 800 രൂപ ഹോസ്റ്റൽ അലവൻസ് 2 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 800 മൈനസ് 600, ബാക്കി 200 ആണുള്ളത്. 200 × 12 ചെയ്താൽ 2400 നമ്മൾ ടാക്സബിൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ അലവൻസ് ഹോസ്റ്റൽ അലവൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി ഒന്നുകൂടി പറയും. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും നോട്ട് ചെയ്ത് കറക്റ്റ് പഠിക്കണം. ഓക്കെ, മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.